ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേസ് എത്രത്തോളം പ്രധാനപ്പെട്ട കേസ് എന്ന് ചോദിച്ചാൽ, ശ്രദ്ധ കേസിന് ശേഷം നാഷണൽ മീഡിയ കൂടുതൽ കവർ ചെയ്ത കേസ് അത് ഇതായിരിക്കും. ശ്രദ്ധ കേസിനും ഇതിനും ഒരുപാട് സമാനതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്ത് കേസാണ് ഇതെന്ന് ചോദിച്ചാൽ, സാഹിൽ കാൾട്ട്. ഇയാൾക്ക് 24 വയസ്സായി. ഡൽഹിക്ക് അടുത്തുള്ള മിത്രോൺ എന്ന സ്ഥലത്താണ് അയാൾ താമസിക്കുന്നത്. അയാളുടെ അച്ഛൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഒരു ടീച്ചറാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് ആ കുടുംബത്തിന് വളരെ നല്ലൊരു പേരായിരുന്നു. പറഞ്ഞു വന്നാൽ സാഹിലിനും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ നല്ലൊരു അഭിപ്രായമായിരുന്നു. അവൻ വളരെ നല്ല ഒതുക്കമുള്ള കുട്ടിയാണ്. ആരോടും അധികം സംസാരിക്കില്ല. എന്നാൽ വളരെ നല്ല കുട്ടിയാണ്. എല്ലാവരെയും ബഹുമാനിക്കും. എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കും. ഇങ്ങനെ സാഹിബിനെ കുറിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ഈ നല്ല അഭിപ്രായമെല്ലാം തന്നെ 2022 ഫെബ്രുവരി മാസം 14 പ്രണയദിനത്തിന്റെ അന്ന് തന്നെ പൊട്ടി നശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ഷാഹിലിന്റെ കുടുംബത്തിന് ആ ഗ്രാമത്തിൽ നല്ലൊരു അഭിപ്രായമായിരുന്നു. കൂടാതെ സാഹിലിന് 24 വയസ്സായി. അതുകൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാൻ അവന്റെ കുടുംബം തീരുമാനിച്ചു. അവന്റെ കുടുംബത്തെ എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവന് ചേർന്ന ഒരു പെണ്ണിനെയും കിട്ടി. 2022 ഫെബ്രുവരി മാസം 10 വിവാഹം ഉറപ്പിച്ചു. എൻഗേജ്മെന്റ് 9 തൊട്ടടുത്ത ദിവസം തന്നെ വിവാഹം. ഇതായിരുന്നു പദ്ധതി. ഫെബ്രുവരി മാസം 9 സാഹിൽ വളരെ സന്തോഷത്തോടുകൂടി അവന്റെ എൻഗേജ്മെന്റ് ആഘോഷിച്ചു. അവന്റെ സുഹൃത്തുക്കളുമായി സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചു. അന്നത്തെ ദിവസം രാത്രി എൻഗേജ്മെന്റ് പാർട്ടി അവസാനിപ്പിച്ചിട്ട് അവന്റെ കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഉറങ്ങിയ ശേഷം സാഹിൽ അവന്റെ കാർ എടുത്തിട്ട് ആ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാൻ തുടങ്ങി. അവന്റെ വിവാഹം നടക്കുന്നത് ജഹാജർ എന്ന ടൗണിലാണ്. ഡൽഹിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. തൊട്ടടുത്ത ദിവസം വിവാഹമായിരുന്നിട്ടും സാഹിൽ എന്തിനാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആർക്കും അറിയാതെ അവന്റെ കാമുകിയെ കൊല്ലാനാണ്. ഫെബ്രുവരി മാസം 10 രാവിലെ മണ്ഡപത്തിൽ സാഹിലിനെ കാണാനില്ല. അവൻ എവിടെയാണെന്ന് അവന്റെ കുടുംബത്തിന് അറിയില്ല. അവന്റെ സുഹൃത്തുക്കൾക്കും അറിയില്ല. ഇപ്പോൾ സാഹിലിന്റെ കുടുംബവും കൂട്ടുകാരും ഉടൻ തന്നെ അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കി. അവനും കോൾ അറ്റൻഡ് ചെയ്തിട്ട് താൻ പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്ന് പറഞ്ഞു. എന്നാൽ സമയം 8 9 10 സാഹിൽ ഇപ്പോഴും മണ്ഡപത്തിലെത്തിയില്ല. അവന്റെ ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം വീണ്ടും അവനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവനും ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വന്നതേയില്ല. അങ്ങനെ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് സാഹിൽ മണ്ഡപത്തിൽ വരുന്നു. അന്നത്തെ ദിവസം വിവാഹവും നല്ല രീതിയിൽ നടന്ന് അവസാനിച്ചു. വിവാഹത്തിന് ശേഷം പെൺവീട്ടുകാരോടും വധുവിനോടും അവൻ വളരെ നന്നായി സംസാരിക്കുന്നു. പെണ്ണിന്റെ വീട്ടിലെ എല്ലാവർക്കും വരനെ വളരെ ഇഷ്ടമായി. ഈ സാഹചര്യത്തിലാണ് വിവാഹം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി മാസം 14 പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സാഹിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ സാഹിലിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചില വർഷങ്ങൾക്ക് മുൻപാണ് സാഹിൽ ഡിപ്ലോമ ഇൻ ഫാർമസി അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം എഴുതുകയും ഒരു ഗവൺമെന്റ് ജോലി നേടണം എന്നുള്ളതായിരുന്നു അവന്റെ പദ്ധതി. ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായി ഡൽഹിയിലുള്ള ഒരു കോച്ചിങ് സെന്ററിലും ചേർന്നു. അതേ കോച്ചിങ് സെന്ററിൽ പഠിക്കാൻ വന്ന പെൺകുട്ടിയാണ് നിക്കി യാദവ്. നിക്കിയും സാഹിലും സംസാരിക്കാൻ തുടങ്ങി, പരിചയപ്പെട്ടു. ഒരു ഘട്ടത്തിൽ പ്രണയിക്കാൻ തുടങ്ങി. പ്രണയത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡൽഹിയിൽ ഒരു വീട് വാടകയ്ക്കെടുക്കുകയും ലിവിംഗ് ടുഗദർ ജീവിതം തുടങ്ങുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊന്നും തന്നെ സാഹിലിന്റെ കുടുംബത്തിനോ നിക്കിയുടെ കുടുംബത്തിനോ അറിയില്ല. ഇതെല്ലാം എപ്പോ നടക്കുന്നു എന്ന് ചോദിച്ചാൽ 2018 വർഷം. ഇങ്ങനെ 1-2 വർഷം രണ്ടുപേരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്നു. ഈ സമയത്താണ് കൊറോണ വരുന്നത്. അതിനാൽ നിക്കി അവളുടെ വീട്ടിലും സാഹിൽ അവന്റെ വീട്ടിലേക്കും പോകുന്നു. ഇതിനുശേഷം മാസങ്ങൾ നീങ്ങുന്നു. കൊറോണ പതിയെ കുറഞ്ഞു വരുന്നു. നിക്കി വീണ്ടും ഡൽഹിയിലേക്ക് വരുന്നു. അവളുടെ സഹോദരിയുമായി ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നു. ഈ ഫ്ളാറ്റ് ഡൽഹിയിലുള്ള ഉത്തം നഗറിലാണുള്ളത്. നിക്കി ഡൽഹിയിലേക്ക് വന്നതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് നിക്കിയെ കാണാനായി സാഹിൽ അവളുടെ വീട്ടിലേക്ക് പോകും. അവളുമായി ചില ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാഹിലിന്റെ വീട്ടിൽ അവനു വേണ്ടി വിവാഹം ആലോചിക്കുന്നത്. അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. സാഹിലും ആ വിവാഹത്തിന് സമ്മതം അറിയിക്കുന്നു. ഇത് നിക്കിയെ കൊണ്ട് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. അതിനാൽ സാഹിലുമായി നിക്കി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ, എന്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ ഇക്കാര്യം എല്ലാവരോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. നിക്കിയുടെ സഹോദരിയും നിക്കിക്ക് സപ്പോർട്ടായി തന്നെ നിന്നു. ഇത് കണ്ട സാഹിൽ പറഞ്ഞത്, എന്നെക്കൊണ്ട് വിവാഹം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ഞാനിപ്പോ അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ പോലും എന്റെ കുടുംബം അത് ചെയ്യില്ല. അതിനാൽ എൻഗേജ്മെന്റിന്റെ അന്ന് രാത്രി ഞാൻ നിന്നെ വന്ന് കാണാം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഗോവയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഈ പ്ലാനിന് നിക്കിയും സമ്മതിക്കുന്നു. ഫെബ്രുവരി മാസം 9 രാത്രി എൻഗേജ്മെന്റ് കഴിഞ്ഞ് നേരെ നിക്കിയുടെ ഫ്ളാറ്റിലേക്ക് സാഹിൽ വരുന്നു. അവനവിടെ വന്നപ്പോൾ തന്നെ രാത്രി 1-2 മണിയായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 10 രാവിലെ 5 മണിക്ക് നിക്കിയും സാഹിലും
ഞങ്ങൾ ഗോവയിലേക്ക് പോകുന്നുവെന്ന് നിക്കിയുടെ സഹോദരിയെ വിളിച്ചറിയിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഇത് കഴിഞ്ഞ് നിക്കിയുടെ സഹോദരിയെ കൊണ്ട് നിക്കിയെ കോണ്ടാക്ട് ചെയ്യാനേ സാധിച്ചില്ല. ആദ്യം നിക്കിയുടെ സഹോദരി കരുതിയത് സാഹിലും നിക്കിയും ഗോവയിലേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ അവളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം എന്നാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും നിക്കിയുടെ സഹോദരിക്ക് എന്തോ ഒരു ഭയം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൾ വീട്ടിൽ പറയുന്നു. വീട്ടിൽ നിന്ന് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കാനാണ് സാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അവനോട് ചോദിക്കേണ്ട രീതിയിൽ തന്നെ പോലീസുകാർ ചോദിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരുന്നത്. നിക്കിയുടെ വീട്ടിൽ നിന്നും ഫെബ്രുവരി മാസം 10 രാവിലെ 5 മണിക്ക് സാഹിലും നിക്കിയും പുറത്തേക്ക് പോയല്ലോ. അവർ നേരെ പോയത് സൗത്ത് ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ സാഹിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോൾ ഗോവയിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പോൾ അവർ ഹിമാചൽ പ്രദേശിലുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നോർത്ത് ഡൽഹിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ പോയി. എന്നാൽ അവിടെയും ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഡൽഹിയിലുള്ള കാശ്മീരി ഗേറ്റിനടുത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് നിക്കിയും സാഹിലും സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിനിടയിൽ സാഹിലിന്റെ കുടുംബവും കൂട്ടുകാർ എല്ലാവരും അവനെ തുടർന്ന് ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് സാഹിലിന് ഫോൺ വന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നിക്കിക്ക് ദേഷ്യം വന്ന് സാഹിലിനോട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ദേഷ്യം വന്ന സാഹിൽ കാറിലുണ്ടായിരുന്ന USB കേബിൾ എടുത്ത് നിക്കിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. അപ്പോഴുണ്ടായ ഒരു ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു എന്നാണ് ഇൻവെസ്റ്റിഗേഷനിൽ അയാൾ പോലീസിനോട് പറഞ്ഞത്. പക്ഷെ പോലീസ് അത് വിശ്വസിച്ചില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് നിക്കിയെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് സാഹിലിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവൾക്ക് സംശയം തോന്നാതിരിക്കാനായി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മാറി മാറി അവളെ കൊണ്ടുപോയത്. ഇപ്പൊ നിക്കിയെ കൊന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കാർ സീറ്റിൽ അവളെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ മിത്ര വില്ലേജിനടുത്തുള്ള ധാബയിലേക്ക് പോയി. ഈ ധാബ അവരുടെ ഫാമിലി റെസ്റ്റോറന്റ് ആണ്. സാഹിലിന് വിവാഹം നടക്കാൻ പോകുന്നത് കൊണ്ട് ആ ധാബയിൽ ഇപ്പോൾ ആരുമില്ല. അവിടെ എത്തിയതും സാഹിൽ നിക്കിയുടെ ഡെഡ് ബോഡി എടുത്ത് അവന്റെ കാർ ഡിക്കിയിലിട്ടു. അത് കഴിഞ്ഞ് നേരെ മണ്ഡപത്തിലേക്ക് പോകുന്നു. അന്നത്തെ ദിവസം വിവാഹവും നല്ല രീതിയിൽ നടന്നവസാനിച്ചു. ഇപ്പോ രാത്രി 3 മണിയോടുകൂടി എല്ലാ ബന്ധുക്കളും ഉറങ്ങിയ ശേഷം വീണ്ടും കാറെടുത്ത് അവന്റെ ധാബയിലേക്ക് പോകുന്നു. അവിടെ നിക്കിയുടെ ഡെഡ് ബോഡി എടുത്ത് ആ ധാബയിലുള്ള ഫ്രീസറിലേക്ക് വെക്കുന്നു. ഇപ്പൊ സാഹിലിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് ശരിയായ സമയം വരുമ്പോൾ നിക്കിയുടെ ഡെഡ് ബോഡി എടുത്ത് ഏതെങ്കിലും നദിയിലോ അഴുക്ക് ചാലിലോ ഇടുക എന്നുള്ളതാണ്. എന്നാൽ ആ ഡെഡ് ബോഡി അവൻ മറവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസ് അവനെ പിടിക്കുന്നു. കൂടാതെ നിക്കിയുടെ ഡെഡ് ബോഡിയും കണ്ടെത്തുന്നു. നിക്കിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവളുടെ ശരീരത്തിൽ മറ്റെവിടെയും യാതൊരു പരിക്കുമില്ല. കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. ഈ കേസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രണയിക്കുകയോ ഒരുമിച്ച് ജീവിക്കുകയോ ചെയ്യാം. കാരണം അതിനെതിരെയുള്ള നിയമമൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് നമുക്കുള്ള തുണയെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. വിവാഹം കഴിക്കാതെ പോലും നമുക്ക് അവരുമായി ജീവിക്കാം. എന്നാൽ പ്രശ്നം എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കായിട്ടുള്ള തുണയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ശരിയായ വ്യക്തി ആയിരിക്കണം. കാരണം അടുത്ത 30-40 വർഷം നമ്മൾ അവരുമായാണ് ജീവിക്കാൻ പോകുന്നത്. അത്രയും വർഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അവരുമായി ജീവിക്കേണ്ട ആഗ്രഹം നിങ്ങൾക്കുള്ളതുപോലെ നിങ്ങളുമായി ജീവിക്കേണ്ട ആഗ്രഹം അവർക്കുണ്ടോ എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. അത്രമാത്രം ചെയ്താൽ മതി. തീർച്ചയായും നിങ്ങളുടെ ജീവിതം നന്നായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.